വെൽക്കം ബാക്ക്. അപ്പോൾ അതേ നാട്ടിലാണ് കേട്ടോ ഉള്ളത്. നാട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കുളിച്ച് റെഡി ആയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് വന്ന സ്ഥിതിക്ക് ഒരു ബോട്ട ഈറ്റിൻ്റെ ഡേ കണ്ടാലോ. നാട്ടിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് കഴിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അമ്മ നല്ല ദോശയും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നെയ്മീൻ കറിയും പിന്നെ കുറച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി 2 ദോശ നല്ല രീതിക്ക് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ മോർണിംഗ് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഇതായിരുന്നു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഒരു 11 മണിയായപ്പോഴാണ് പോയിട്ട് പിന്നെ വന്നപ്പോൾ 2-2:30 ആയി. അപ്പോഴേക്കും നമുക്ക് ലഞ്ചിനുള്ള സമയമായി. അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതേ അമ്മ ഇവിടെ ചോറൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ എന്തൊക്കെയാണ് കറികളെന്ന് നമുക്കൊന്ന് നോക്കാം. അത് തന്നെ ഇതേ നല്ല നെയ്മീൻ കറി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നല്ല പച്ചമാങ്ങ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതേ നല്ല പുളിശ്ശേരിയാണ്, അതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ചേമ്പ് കൊണ്ടുള്ളൊരു കൂട്ട് പോലുള്ള ഐറ്റമാണ് കേട്ടോ, അതായിരുന്നു അടുത്തതായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇതേ നല്ല അടിപൊളി പ്രോൺസ് ഫ്രൈ ആണ് കേട്ടോ, അതും ഇവിടെ സെറ്റാണ്. പിന്നെ അതേ നല്ല അടിപൊളിയായിട്ട് അമ്മ നല്ല മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നെല്ലിക്ക അച്ചാർ, അതുമാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചിനുള്ള സ്പെഷ്യൽസ്. അപ്പോൾ അതേ ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ആവശ്യത്തിനുള്ള ചോറെടുത്ത് അതിലേക്ക് നമ്മുടെ ഫിഷ് കറിയും അതുപോലെ തന്നെ പുളിശ്ശേരിയും കുറച്ച് പ്രോൺസ് ഫ്രൈയും അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറും ഒക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഉച്ചയ്ക്കത്തെ ആ ഒരു വിഭവസമൃദ്ധമായ ഊണിന് ശേഷം നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് വന്നപ്പോഴേക്ക് രാത്രിയായി. അപ്പോൾ രാത്രി വീണ്ടും നമ്മുടെ നൈറ്റ് ഡിന്നർ സെയിം ഉച്ചയ്ക്കുള്ള അതേ ഐറ്റംസ് ഒക്കെ കൂട്ടിയിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചേർത്ത് കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.